നമസ്കാരം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അതായത് നമ്മുടെ മഴതോരും മുംബൈയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അലീനയോട് തന്നെ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ബാലചന്ദ്രൻ അലീനയെ ചോദ്യം ചെയ്യുന്ന ഒരു എപ്പിസോഡ് കൂടിയാണ്. ചോദ്യം ചെയ്യുക മീൻസ് അലീനയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് നാളെ വരാൻ പോകുന്നത്. അതുമാത്രമല്ല രേവതിക്കുട്ടിയുടെ സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ വൈജയന്തി കമലയുടെ അടുത്തേക്ക് വന്നേക്കാണ്. കമലയുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. ഒരു ഹോം നേഴ്സിനെ ഉടനെ തന്നെ വേണം എന്ന് പറയണം. അപ്പോൾ അവിടെ ഒരാളുണ്ടല്ലോ, അതിനെ പറഞ്ഞയക്കാതെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിപ്പോൾ ഹോം നേഴ്സ് എന്ന് വെച്ചാൽ എനിക്കൊരു ജോലിക്കാരിയെ വേണം എന്നും ആവശ്യത്തിലാണ്. അവൾക്കിപ്പോൾ പ്രമോഷൻ കൊടുത്തേക്കല്ലേ, വീട്ടുജോലി ചെയ്യേണ്ട, ഹോം നേഴ്സിൻ്റെ ജോലി ചെയ്യേണ്ട, ബാലചന്ദ്രൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് പ്രൊമോഷൻ കൊടുത്തേക്കുന്നത് എന്ന് പറയുമ്പോൾ എങ്ങനെയും ചോദിക്കുകയാണ് കമല. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണ് എന്ന് പറയുമ്പോൾ വീണ്ടും പൊട്ടിച്ചിരിക്കട്ടെ കമല. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോ, അവളോ? അതെന്താ സംഭവം എന്ന് പോലും അവൾക്കറിയത്തില്ലല്ലോ. അവളെയാണോ അങ്ങനെ പിടിച്ചാക്കിയിരിക്കുന്നത്? എനിക്കൊന്നും അറിയത്തില്ല കമലയെടുത്തി. ആ രീതിയിലാണ് പോക്ക്. അങ്ങനെ ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും വിളിച്ചു വരുത്താലോ, എപ്പോൾ വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും വിളിച്ചു വരുത്താം, സംസാരിക്കാം, എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാം. ആർക്കും സംശയമൊന്നും തോന്നത്തില്ലല്ലോ. എൻ്റെ അഡീഷണൽ PA ആണ്, പ്രൈവറ്റ് സെക്രട്ടറി ആണ് എന്ന് പറയാലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് വൈജങ്ങനെ കാട് കയറി പറയാട്ടോ. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, നിനക്ക് അവരെ സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കമലേട്ടത്തി എന്താ ഇപ്പോൾ ഇതിനൊക്കെ മറുപടി പറയുക? ആർക്കാണെങ്കിലും സംശയം തോന്നിപ്പോകത്തില്ലേ? അതുപോലെയാണ് അവരുടെ പെരുമാറ്റം എന്നൊക്കെ. ബാലചന്ദ്രനെ നിനക്ക് സംശയമാണോ എന്ന് ചോദിക്കാണ്ട് കമല വീണ്ടും, എനിക്ക് ആരെയും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അവൾ വന്ന് കയറിയതിന് ശേഷമല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. എപ്പോൾ വേണമെങ്കിലും ആളിപ്പടരാവുന്ന ഒരു തീഗുണ്ടമായിട്ടാണ് അലീനയെ എനിക്ക് തോന്നുന്നത്. ആ ഒരു രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും ആ നശൂലത്തെ അവിടെ നിന്ന് പറഞ്ഞയക്കണം, എന്നാലേ എനിക്ക് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. ചേട്ടത്തിക്ക് അറിയാവോ, എത്ര ദിവസമായി ഞാനൊന്ന് ഉറങ്ങിയിട്ടെന്ന് ഒരു സമാധാനവും ഇല്ല. ബാലചന്ദ്രൻ എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്ത് വേണമെങ്കിലും നടക്കട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ്. എന്നോടുള്ള യുദ്ധത്തിന് പുറപ്പെട്ട് ഇരിക്കുകയാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത്രയെങ്കിലും ആശ്വസിക്കാമായിരുന്നു. ഇത് അതോ ഇല്ല, ഒന്നുമില്ല. അവളെ പിടിച്ച് എല്ലാ ചുമതലയും ഏൽപ്പിച്ച് വീട്ടിൻ്റെ ഭരണം മുഴുവൻ അവൾക്ക് കൊടുത്തേക്കാണ്. ഞാൻ അവിടെ ജീവിക്കുന്ന ഒരു അന്തേവാസി, അത്രമാത്രം. ആ ഒരു പരിഗണനയുള്ളൂ. വീട്ടിൽ എന്ത് നടക്കണമെന്ന് അവൾ തീരുമാനിക്കും. വീട്ടിൽ ആര് ഉറങ്ങണം, ഉണ്ണണം, എന്ത് ചെയ്യണം എന്നൊക്കെ അവൾ തീരുമാനിക്കും. അവളുടെ തീരുമാനത്തിനാണ് ഇപ്പോൾ ബാലചന്ദ്രൻ വില കൊടുത്തേക്കുന്നത്. അല്ലാതെ എനിക്കോ മക്കൾക്കോ ഒന്നും അവിടെ ഒരു ശബ്ദം പോലും ഇല്ല, ഒരു വോയിസും ഇല്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, അവൾ അത്രയൊക്കെ വളർന്നു, അവൾ അത്രയൊക്കെ ആയോ? ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ബാലചന്ദ്രൻ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? അമ്മ പോലും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്കിപ്പോൾ അവൾ അവിടെ നിന്ന് പോവരുത് എന്നാണല്ലോ. അമ്മ അവിടെ സുഖവാസത്തിലല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കുറച്ച് ദിവസത്തേക്ക് അമ്മയെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് നിർത്താമെന്ന്. അത് കേട്ടപ്പോൾ കമല അയ്യോ എന്ന് പറയുന്നുണ്ട്. അതെന്താ കമലെടുത്തി, അമ്മ ഇവിടെയല്ലേ നിൽക്കേണ്ടത്? അമ്മ മക്കളുടെ കൂടെ, ആൺമക്കളുടെ കൂടെ തറവാട്ടിലല്ലേ നിൽക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കമല പറയുന്നത്, അതേ വൈജയ്, നീ പറയുന്നതൊക്കെ ശരിയാണ്, അമ്മ ഇവിടെ നിൽക്കേണ്ടതൊക്കെ തന്നെയാണ്. പക്ഷെ അമ്മ ഇവിടെ നിൽക്കത്തില്ലല്ലോ. അത് കമലെടുത്തിയുടെ കയ്യിലിരിപ്പോണ്ടല്ലേ അമ്മ ഇവിടെ നിൽക്കാത്തത്. കമലെടുത്തി മര്യാദക്ക് നോക്കുകയുണ്ടെങ്കിൽ അമ്മ ഇവിടെ തന്നെയല്ലേ നിൽക്കുക. ശിവേട്ടനും അമ്മ ഇവിടെ നിൽക്കുന്നതാണ് ആഗ്രഹം. കമലെടുത്തിയുടെ സ്വഭാവം കൊണ്ടല്ലേ അമ്മ ഇവിടെ നിൽക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എന്താണെങ്കിലും വൈജയ്, നമ്മൾ എന്തിനാണ് അത് പറഞ്ഞ് തർക്കിക്കുന്നത്? അമ്മ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കൾക്ക് പോലും ഈ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല അമ്മയുടെ സ്വഭാവമൊന്നും. അത് നിനക്കറിയത്തില്ലേ? ആരും അമ്മയെ വകവെച്ച് കൊടുക്കത്തില്ല. മനു ഉണ്ടല്ലോ, ആ മനുവിന് മാത്രമാണ് പിന്നെ അമ്മയോട് ഒരു ഇതുള്ളത്. പക്ഷേ മനു ഇവിടെ ഏത് സമയമില്ലല്ലോ. ഹരിയും ഈ അഞ്ജലിയും അല്ലേ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അവർക്കൊന്നും ഇഷ്ടമല്ല. അമ്മ അവരുടെ കാര്യത്തിലൊക്കെ ചൊറിഞ്ഞ് പുറകെ നടക്കും. അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവരെന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും. അതിവിടെ ആകെ പ്രശ്നമാകും. അതുകൊണ്ടൊക്കെയാണെന്ന് പറയുമ്പോൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും മതി കമലെടുത്തി. അമ്മ അവിടുന്ന് പോയി കഴിഞ്ഞാൽ അമ്മയെ നോക്കാൻ ആളില്ല എന്നും പറഞ്ഞിട്ട് ആണല്ലോ അവിടെ നിൽക്കുന്നത്. അമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും എനിക്ക് അവളെ പറഞ്ഞേക്കാം. അതിനുശേഷം അമ്മയെ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം. അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് നോക്കാം നമുക്ക്. നീ ആദ്യം
അവരോട് സംസാരിക്കുക, അമ്മയോടും ബാലചന്ദ്രനോടൊക്കെ ഒന്നുകൂടെ സംസാരിക്കുക. ഞാനിനി ബാലചന്ദ്രനോട് സംസാരിക്കാനില്ല ഈ വിഷയത്തിൽ, അവളെ പിടിച്ച് പുറത്താക്കുക, അത് മാത്രമേ ഉള്ളൂ എൻ്റെ തീരുമാനം. ഇന്ന് എനിക്കൊരു ഹോം നേഴ്സിനെ പുതിയതായിട്ട് കിട്ടണം, എന്നാലേ ഈ കാര്യമൊക്കെ ഇവിടെ നടക്കുള്ളൂ. അവളൊന്ന് പിടിച്ച് പുറത്താക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യമൊക്കെ നടക്കുള്ളൂ. പക്ഷേ എനിക്ക് പുതിയ ഹോം നേഴ്സ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പെണ്ണിനെ ഒന്നും വേണ്ട, കുറച്ച് പ്രായം പക്വതയുള്ള കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളെ മതി. അങ്ങനെയുള്ള ആളെ നിർത്തുന്നതാണ് എനിക്ക് താല്പര്യം എന്ന് പറയുമ്പോൾ, അത് നീ പറഞ്ഞത് ശരിയാണ്, നമ്മുടെ വീട്ടിലൊക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ തന്നെയാണ് നല്ലത് എന്ന് ഹരി കയറി വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് പറയുന്നത്, ഹരി ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടാണ് പറയുന്നത്. ഹരി പെട്ടെന്ന് തല താഴ്ത്തുന്നുണ്ട്. അവിടെ അഞ്ജലി ആണെങ്കിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹരി വന്നിട്ട് എന്താ അമ്മ, എന്താ കാര്യം, എന്താ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ അവിടെ അലീനയ്ക്ക് പുതിയ ജോലി പ്രൊമോഷൻ കൊടുത്തേക്കാണ്. ജോലിയിൽ പ്രൊമോഷൻ കൊടുത്തുന്നോ, എന്തായിട്ട്, വീട്ടുജോലിക്കാരിക്ക് എന്ത് പ്രൊമോഷനാണ് എന്ന് ഹരി ചോദിക്കുമ്പോൾ അവളിപ്പോൾ വീട്ടുജോലിക്കാരി അല്ലാന്ന്, ബാലചന്ദ്രൻ അങ്കിളിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്നാണ് പറയുന്നത്. വൈജ ഇങ്ങനെയൊക്കെ പറയുന്നു. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നോ? ആര്, അലീനയോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെന്താണെന്ന് പോലും അവൾക്ക് അറിയത്തില്ല. ആ ഒരുവളെയാണോ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വെച്ചേക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഹരി കേട്ടോ. അപ്പോൾ നീ ഇനി അതിനെപ്പറ്റി കൂടുതലൊന്നും പറയണ്ട, നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എന്ന് വൈജ പറയുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ആൻറ്റി, അവൾ ഇനി അവിടെ നിർത്തണ്ട, അവൾ അവിടെ നിന്ന് പറഞ്ഞയക്കുക എന്ന് പറയുമ്പോൾ ഞാൻ മാക്സിമം അതിനെ തന്നെയാണ് നോക്കുന്നത്. നിൻ്റെ അങ്കിളാണ് സമ്മതിക്കാത്തത്. എനിക്ക് ഒരു പുതിയ ഹോം നേഴ്സിനെ കിട്ടുകയാണെങ്കിൽ ആ ഒരു പേരും പറഞ്ഞിട്ട് എനിക്ക് അവൾ അവിടെ നിന്ന് പറഞ്ഞയക്കാം എന്ന് പറയാണ്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഞാനും ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ ഏതെങ്കിലും പുതിയ ഹോം നേഴ്സിനെ കിട്ടുമോ എന്ന്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നീ അന്വേഷിക്കേണ്ട, നീ അന്വേഷിക്കുന്നത് ഏത് രീതിയിലായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നീ അന്വേഷിക്കേണ്ട, ഞാൻ നിൻ്റെ അമ്മയോട് ചോദിക്കാനാണ് വന്നത്, നീ കൂടുതൽ അന്വേഷിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലയോട് പറയുന്നുണ്ട് വൈജ, സീരിയസ് ആയിട്ട് ഏട്ടത്തി ഒന്ന് അന്വേഷിക്കുക, എനിക്ക് ഇന്ന് കിട്ടിയാൽ ഇന്ന് അത്രയും നല്ലത് എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ആരുടെത്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കട്ടെ, ഇവിടെ നിയറസ്റ്റ് ആയിട്ട് വേണ്ടേ നമുക്ക്, പെട്ടെന്ന് ഇന്ന് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. കമല പറയുന്നുണ്ട്, നീ ഒന്ന് ഇവിടെ ഇരിക്കുക, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ, ആദ്യം എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം, അത് കുടിച്ചിട്ട് നമുക്ക് സാവധാനം ആലോചിക്കാൻ, സമയമുണ്ടല്ലോ, ഇന്നിപ്പോൾ നിനക്ക് എങ്ങോട്ടും പോകാനൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ് കമല. അങ്ങനെ വൈജ അവിടെ ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ആകെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ഓർത്തിട്ട്, കമലയാണെങ്കിൽ ആരൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ട്, ആരെങ്കിലും ഹോം നേഴ്സിനെ കിട്ടാനുള്ള ഒരു സാധ്യത അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ ഫോൺ ചെയ്യുകയാണ്. വൈജയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് തലയ്ക്കും കൈ കൊടുത്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കടപ്പാട്ടൂർ വീടാട്ടോ. അലീന രേവതിക്കുട്ടിക്ക് ഫോൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അലീനയെ രേവതിക്കുട്ടി വിളിക്കുന്നതാണ്, ചേച്ചി എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ, ചേച്ചി വരുന്നുണ്ടോ, എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ച് വിളിക്കുമ്പോൾ അലീന ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് രേവതിക്കുട്ടിയോട്. ഞാൻ എന്ത് വേണമെങ്കിലും ഇറങ്ങാൻ റെഡിയാണ് മോളെ, പക്ഷേ ബാലചന്ദ്രൻ സാർ എന്നെ വിടുന്നില്ല, എന്നെ ഒരു മോളെപ്പോലെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നോട് വിട്ടു പോവരുത്, അച്ഛന് വയ്യാതിരിക്കുമ്പോൾ മക്കൾ ആരെങ്കിലും വിട്ടു പോകുമ്പോൾ ഇവിടെ നിന്ന് എന്നൊക്കെ ചോദിച്ച് എന്നെ ഇവിടെ ലോക്ക് ചെയ്തേക്കാണ്, എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ആ മാഡത്തിൻ്റെ അവസ്ഥയൊന്ന് ചോദിക്കണം. അവർക്ക് എന്നെ കണ്ണിൻ്റെ നേരെ കണ്ടില്ലല്ലോ, കാണാൻ പാടില്ലല്ലോ, ഇപ്പം തന്നെ നിന്നെ ശരിയാക്കി തരാൻ ഞാൻ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചിട്ട് എങ്ങോട്ടോ ഇറങ്ങിപ്പോയേക്കാണ്. എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല, ഇനി വരുമ്പോൾ എന്തൊക്കെ ഇവിടെ ഉണ്ടാവുമെന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇനി വല്ലാണ്ട് പ്രശ്നം വഷളാവുകയാണെങ്കിൽ ചേച്ചി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇങ്ങോട്ടേക്ക് പോരെ, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ വരുന്നുണ്ട് ചേച്ചിയെ കാണാനും ബാലചന്ദ്രൻ സാറിനെ കാണാനായിട്ട്, ചേച്ചി അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടേക്ക്, ആ സമയത്ത് ഞങ്ങൾ സംസാരിച്ചോളാം, ഞാൻ അങ്കിളിനെ കൊണ്ട് സംസാരിപ്പിക്കാം ബാലചന്ദ്രൻ സാറിനോട്, അപ്പോൾ ചേച്ചിക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റുകയാണെങ്കിലോ, അങ്കിള് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ബാലചന്ദ്രൻ സാർ സമ്മതിച്ചാലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല മോളെ എന്താവുമെന്ന്, എന്തായാലും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ സംസാരിച്ച് നോക്കി, എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങളുടെ കൂടെ വരുന്നതിൽ, അപ്പോൾ അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ തന്നെ അന്ന് തന്നെ വരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ചേച്ചി ആ ലൊക്കേഷൻ ഒന്ന് വിട്ടേക്ക് കേട്ടോ, ഞാൻ അങ്കിളിനോട് ചോദിച്ചിട്ട് എന്നാണ് അങ്കിളിന് ഫ്രീ എന്ന് നോക്കിയിട്ട് ഒരു ദിവസം അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുന്നുണ്ട്. നീ വരുമ്പോൾ വിളിക്കണം കേട്ടോ മോളെ എന്നൊക്കെ പറയുമ്പോൾ, എന്തിനാ ചേച്ചി വിളിക്കുന്നത്, ചേച്ചി അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയില്ലല്ലോ, എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവുമല്ലോ, പിന്നെ പ്രത്യേകിച്ച് വിളിക്കൊന്നും വേണ്ട, നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയാണ് രേവതിക്കുട്ടി. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ
ഫോൺ കട്ട് ചെയ്തതിന് ശേഷം മുത്തശ്ശിക്ക് ഫോൺ കൊടുക്കുമ്പോൾ എന്താ രേവതിക്കുട്ടി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്നോട് അവരുടെ കൂടെ ചെല്ലാനാണ് പറയുന്നത്. അവരിങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്, ബാലചന്ദ്രൻ സാറിനെ കാണാനും എന്നെ കാണാനും ഒക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എന്നെ കൂട്ടിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം എന്നൊക്കെ പറയുമ്പോൾ അവർ വന്നാൽ നീ പോകുമോ എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശിക്കും ആഗ്രഹം ഞാൻ പോകണം എന്നല്ലേ, എന്നാൽ ഞാൻ അങ്ങോട്ട് പോയേക്കാം, അവർ വന്ന് സംസാരിച്ചിട്ട് സാറ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പോയേക്കാം എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞ് ഞാനത് അപ്പോഴത്തെ ഒരു ആവേശത്തിന് പറഞ്ഞു പോയതാണ്, നീ പോകണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ എന്നാലും മുത്തശ്ശി ഒരു തവണയെങ്കിലും അങ്ങനെ ആഗ്രഹിച്ചു പോയില്ലേ, അവർ വന്നിട്ട് എന്നെ കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടോട്ടെ, മുത്തശ്ശിക്ക് എന്നെ വേണ്ടല്ലോ എന്നൊക്കെ പറയണം. എൻ്റെ മോളെ ആർക്കും വേണ്ടെങ്കിലും നിന്നെ എനിക്ക് വേണം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മതി സോപ്പിടലൊക്കെ, ഇപ്പോൾ അവർ വന്ന് എന്നെ കൊണ്ടുപോകും എന്ന് ആയപ്പോൾ ഉള്ള സോപ്പിടലല്ലേ, എന്തായാലും നോക്കട്ടെ മുത്തശ്ശി, പക്ഷേ സാറ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, ആരൊക്കെ പറഞ്ഞാലും സാറ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് തന്നെ അലീന ഇങ്ങനെ പറയണം. പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടിയുടെ വീടാണ്. രേവതിക്കുട്ടി ഫോണ് ഗ്രേസമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താണ് അലീന പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആകെ പ്രശ്നമാണ് ആൻറ്റി, രേവതി പറയാണ് അവിടെ ആകെ പ്രശ്നമാണ്, അലീന ചേച്ചിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോരണം എന്നുണ്ട്, പക്ഷേ സാറ് സമ്മതിക്കുന്നില്ല, ബാലചന്ദ്രൻ സാറ് സമ്മതിക്കുന്നില്ല, ഒരു മോളെപ്പോലെ സ്നേഹിച്ചുകൊണ്ട് സാറ് അലീന ചേച്ചിയെ കൂടെ നിർത്തിയേക്കാണ് എന്ന് രേവതിക്കുട്ടി പറയാട്ടോ. ആ സമയത്ത് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവൾ വരില്ലേ, നമ്മൾ ചെന്നാൽ നമ്മുടെ കൂടെ വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ആൻറ്റി, ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ടേക്ക് പോര് എന്ന്, ചേച്ചി നോക്കട്ടെ എന്നാണ് പറയുന്നത്. നമ്മൾ ചെല്ലുമ്പോഴേ അങ്കിളൊന്ന് അവരോട് സംസാരിക്കണം കേട്ടോ, അതിന് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് മാമച്ചായൻ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, നമുക്കൊന്ന് പോയേക്കാം, ഇത്രയൊക്കെ സംഭവിച്ചതല്ലേ, അപ്പോൾ ഒന്ന് കാണുകയും ചെയ്യാം, ഇനിയിപ്പോൾ അലീനയെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്യാം, മാമച്ചായനൊന്ന് ആ ബാലചന്ദ്ര സാറിനോട് സംസാരിച്ചാൽ മതി, അവിടെ അലീനയ്ക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങളായതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ മതി എന്നൊക്കെ പറയണം. എന്നിട്ട് ഗ്രേസമ്മ പറയുന്നുണ്ട്, എന്നാലും അലീനയുടെ ഒരു കാര്യമേ, സ്വന്തം തള്ള, അവളെ മകളെപ്പോലെ സ്നേഹിക്കേണ്ട, മകളായിട്ട് കാണേണ്ട, അംഗീകരിക്കേണ്ട സ്വന്തം തള്ള തന്നെ, പെറ്റ തള്ള തന്നെ അവളെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചേക്കുന്നു. ശത്രുവായിട്ട് കാണേണ്ട ആളാണെങ്കിലോ അവളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇത് കൊള്ളാം എന്ന് പറയാട്ടോ ഗ്രേസമ്മ. ആ സമയത്ത് രേവതിക്കുട്ടി പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര സംശയമുണ്ട് ആൻറ്റി, ബാലചന്ദ്രൻ സാറ് മറ്റെന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറയാണ് രേവതിക്കുട്ടി. അതെന്താ നീ പറയുന്നത്, നീ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, ബാലചന്ദ്രൻ സാറിന് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ, അലീന ചേച്ചിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ വരുമോ, അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമോ, അതെങ്ങനെ അറിയാനാ, എനിക്കറിയില്ല ആൻറ്റി, പക്ഷേ എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു, എനിക്ക് ചില തോന്നലുകളൊക്കെ, എൻ്റെ ചില തോന്നലുകൾ ശരിയായി വരാറില്ല, ആൻറ്റിക്ക് അറിയാലോ അത്, ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതുപോലെയൊക്കെ വന്നിട്ടില്ലേ എന്നൊക്കെ പറയണം. എന്നാലും ഇവിടുത്തെ കാര്യങ്ങൾ പെൻഡിങ് കിടക്കുക കേട്ടോ, നമ്മുടെ ഷെറിൻ്റെ കാര്യം എന്ന് പറയാണ് മാമച്ചായൻ. അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അങ്കിൾ, ഒരു കുഴപ്പവും വരില്ല, ഞാനതെല്ലാം സെറ്റാക്കി തരാം, ഷെറിൻ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഓക്കെ ആക്കി തരാം എന്ന് പറയാണ് രേവതിക്കുട്ടി കേട്ടോ. അപ്പം ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ ഓക്കെ ആക്കാനാ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഓരോന്നായിട്ട് എല്ലാം മനസ്സിലാക്കി ഞാൻ നിങ്ങളുടെ മുന്നിൽ എല്ലാം സത്യമായിട്ട് തെളിയിച്ചു തരാമെന്ന് പറയാണ് രേവതിക്കുട്ടി. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രന് ഭക്ഷണമായിട്ട് ചെല്ലുകയാണ് അലീന. അങ്ങനെ ഭക്ഷണമൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അലീന പോകാനായിട്ട് നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീന ഇവിടെ ഒന്ന് ഇരിക്കുക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയാട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ സംശയത്തോടെ നോക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്, അല്ലാതെ നിന്നെ പിടിച്ച് തിന്നാനൊന്നുമല്ല, നീ ഒന്ന് ഇവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഞാനിവിടെ നിന്നോളാം സാർ എന്ന് പറയണം. അത് പറ്റില്ല, നീ ഇവിടെ ഒന്ന് ഇരിക്കുക, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ അലീനയും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അലീന ഇങ്ങനെ സംശയത്തോട് കൂടിയിട്ട് ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എത്ര നാളായി ആ ഓർഫനേജിൽ വന്നിട്ട് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അലീന ആകെ ഇങ്ങനെ ഷോക്കായിട്ട് എന്താ സംഭവം എന്നറിയാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, നീ എത്ര നാളായി ആ ഓർഫനേജിൽ വന്നിട്ട്, നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നത്, ഇല്ല, ഞാൻ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ബ്രിജിത്ത മമ്മിക്ക് കിട്ടിയതാണ് എന്നെ എന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറയാണ്. ആരാണ് നിന്നെ അവിടെ കൊണ്ടുപോയി കൊടുത്തത് എന്ന് വല്ലതും നിനക്കറിയാമോ എന്ന് ചോദിക്കുക കേട്ടോ. എല്ലാം കൂടി കേൾക്കുമ്പോൾ അലീനയ്ക്ക് ടെൻഷൻ കൂടുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനാണ് കൊണ്ടുപോയി കൊടുത്തത് എന്നുള്ളത് ഇപ്പോൾ അറിയാം, പക്ഷേ മുൻപൊന്നും അറിയത്തില്ലല്ലോ.
അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല സാർ എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിനക്ക് നിൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നൊന്നും നിനക്ക് അറിയത്തില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ പകച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ. ഇല്ല അല്ലേ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഇല്ല സാർ. അപ്പോൾ അച്ഛനെയും അമ്മയും കാണണമെന്ന് എപ്പോഴെങ്കിലും നിനക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീനയ്ക്ക് ഇങ്ങനെ സങ്കടവും കരച്ചിലൊക്കെ വരും കേട്ടോ. അവിടെ ജീവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും ആഗ്രഹം അത് തന്നെയായിരുന്നു. സ്വന്തം അച്ഛനും അമ്മയും ഒക്കെ ആരാണെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പ്രതീക്ഷിക്കും, ഓരോ ദിവസവും ഞാൻ പ്രതീക്ഷിക്കും എൻ്റെ അച്ഛനും അമ്മയും വന്ന് എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷേ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി, എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ആരും വരില്ല. ഞാൻ അവിടുത്തെ കുഞ്ഞാണ്, ബ്രിജിത്ത മമ്മിയുടെ കുഞ്ഞാണ്, എൻ്റെ അമ്മ അതാണ് എന്ന് അങ്ങനെ വിശ്വസിച്ചാണ് ഞാൻ വളർന്നത്. എൻ്റെ അമ്മയാണ് ആദ്യമൊക്കെ എൻ്റെ അമ്മയാണ് ബ്രിജിത്ത മമ്മി എന്ന് വിശ്വസിച്ചാണ് ഞാൻ വളർന്നത്. പിന്നീടാണ് അതൊരു ഓർഫനേജ് ആണ്, എന്നെ അവിടേക്ക് അങ്ങനെ ആരോ കൊടുത്തതാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അന്ന് മുതൽ എൻ്റെ അച്ഛനും അമ്മയും വരുന്നതൊക്കെ നോക്കി ഞാൻ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ പിന്നെ ഞാൻ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി. എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ബ്രിജിത്ത മമ്മിയാണ്. ആ ചിറകിനടിയിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി എന്ന് അലീന പറയട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഒരിക്കലും നിൻ്റെ അച്ഛനെയും അമ്മയും കാണണമെന്ന് നീ ആഗ്രഹിച്ചിട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയണം. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ സഹായിക്കാം നിൻ്റെ അച്ഛനെയും അമ്മയും കണ്ടെത്താൻ ഞാൻ സഹായിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിൻ്റെ അച്ഛനെയും അമ്മയും കണ്ടെത്താൻ കഴിഞ്ഞാലോ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട സാർ വേണ്ട, എനിക്ക് അങ്ങനെ ആരെയും കാണണ്ട എന്ന് പറയുമ്പോഴാണ് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛനെയും അമ്മയും സ്വന്തം അച്ഛനെയും അമ്മയും കാണാൻ ആർക്കാണെങ്കിലും ഒരു ആഗ്രഹം കാണില്ലേ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഒരാളെ ഞാൻ കണ്ടു എന്ന് പറയണം. നീ കണ്ടോ? ആരെയാണ് കണ്ടത്? അച്ഛനെയാണോ അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന ആകെ ഷോക്കായിട്ട് നിൽക്കട്ടോ. ഒരാളെ ഞാൻ കണ്ടു, പക്ഷേ കാണണ്ടായിരുന്നു എന്നാണ് പിന്നീട് എനിക്ക് തോന്നിയത്. പിന്നീട് എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ഒരിക്കലും ഇങ്ങനെയൊരു ആളാവരുതായിരുന്നു എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി എന്ന് പറയണം. അപ്പോൾ ആരെയാണ് നീ കണ്ടത്? അച്ഛനെയാണോ അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ ആകെ പകച്ചിങ്ങനെ എന്ത് മറുപടി പറയണമെന്നറിയാതെ നിൽക്കുകയാണ് അലീന. നീ അമ്മയെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അതോ അച്ഛനെയാണോ കണ്ടത്? എന്താണെങ്കിലും ഒന്ന് പറ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മയെ കണ്ടു എന്ന് പറയണം. അമ്മയെ കണ്ടോ? ആരാണ് നിൻ്റെ അമ്മ? എവിടെയാണ് അവർ താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. അമ്മയെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിനക്ക് നിൻ്റെ അച്ഛനെയും കണ്ടെത്താൻ പറ്റുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അലീനൊന്നും പറയുന്നില്ല. വേണ്ട സാർ, എനിക്ക് അങ്ങനെ ഒരു അമ്മയുടെ മകളാവേണ്ട, അങ്ങനെ ഒരു അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു പോയതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു എന്നൊക്കെ പറയണം. അത്രയ്ക്കും നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്, ഇത്രയ്ക്കും നീ വെറുക്കാൻ കാരണം എന്താണ് ആ അമ്മയെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല സാർ, എൻ്റെ അമ്മ അങ്ങനെ ഒരാളായിപ്പോയി, എനിക്ക് ഒരിക്കലും കാണണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, വൈജയല്ലേ നിൻ്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ അലീന ആകെ പകച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ വൈജയുടെ മകളാണ് അലീന എന്ന സത്യം ബാലചന്ദ്രൻ അറിഞ്ഞു എന്നുള്ളത് മിക്കവാറും നാളത്തെ എപ്പിസോഡിൽ തന്നെയാണ് അത് റിവീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പിന്നീട് അലീന ആ സമയത്ത് ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട്. സാർ എന്ന് വിളിച്ച് ആകെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു വെച്ചിട്ടാണ് നിന്നോട് ഇതൊക്കെ ചോദിച്ചത്. വൈജ വിവാഹത്തിന് മുൻപ് പ്രസവിച്ച കുഞ്ഞാണ് നീ എന്ന് എനിക്കറിയാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അലീന ആകെ ഷോക്കായിട്ട് ഇനി എന്ത് പറയണം എന്ന് അറിയാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആകെ എന്താ ബാലചന്ദ്ര സാർ എല്ലാം അറിഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇത്രയും നാളത്തെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ദുരന്തത്തിൻ്റെയും കാരണം ആ ഒരു ന്യൂസ് ഞാൻ അറിഞ്ഞതായിരുന്നു. അതിന് ഞാൻ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് നിനക്കറിയണ്ടേ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഫോൺ എടുത്തിട്ട് രേവതിക്കുട്ടിയുടെ ആ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. നീയും രേവതിക്കുട്ടിയും കൂടി സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പാണിത്, ഇതൊന്ന് കേട്ടു നോക്ക് എന്ന് പറയണം. ആ സമയത്താണ് അലീന ആകെ ഷോക്കാവുന്നത്. അങ്ങനെയാണ് ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അലീന ഷോക്കായിട്ട് നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്നൊക്കെ ചോദിച്ച് അലീനയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഇത്രയും നാൾ സ്വസ്ഥമായിട്ട് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബമായിരുന്നു. നീ വന്നതോട് കൂടിയിട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചത് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് അതിൽ കുറച്ച് സത്യമുണ്ട്. പക്ഷേ നീയല്ല അതിൻ്റെ മുഖ്യ ഹേതു എന്ന് പറയുന്നത് നിൻ്റെ അമ്മ തന്നെയാണ്. നിൻ്റെ അമ്മയാണ് ഇവിടുത്തെ ഓരോ പ്രശ്നത്തിനും കാരണക്കാരി. ഇനി ഈ വീട്ടിൽ ഞാൻ പറയുന്നത് മാത്രമേ നടക്കത്തുള്ളൂ. ഞാൻ പറയാതെ ഇവിടെ നിന്ന് നീ പോകാൻ പാടില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഇറക്കി വിട്ടാൽ പോലും നീ തിരിച്ച് കയറിക്കൊള്ളണം.
തിരിച്ച് നല്ല മറുപടി കൊടുത്തോളണം, ഞാൻ പറയാതെ പോവില്ല എന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞോളണം എന്നൊക്കെ പറഞ്ഞ് അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാൻ, ചിലപ്പോൾ ഡയലോഗുകളൊക്കെ മാറാനുള്ള സാധ്യത ഉണ്ടോ, കുറച്ചൊക്കെ നമ്മൾ ഇമാജിനേഷനിൽ പറയുന്നതാണ്. നോവൽ വായിച്ച ഒരു ബേസ് വെച്ചിട്ടാണ് പറയുന്നത്, അതിലെ സ്റ്റോറി ഓർമ്മയുള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഡയലോഗുകളൊക്കെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ സീനുകളൊക്കെ ഒന്നുകൂടെ ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.